Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi wa man wala amma ba'd. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദിൽ അടുത്തതായി വായിക്കേണ്ട അധ്യായം ബാബു മാ ജാഅ ഫീ ദിമ്മത്തില്ലാഹി വ ദിമ്മത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായമാണ്. കരാറുകൾ പാലിക്കേണ്ട, വിശിഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കരാറുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ബാബു മാ ജാഅ ഫീ ദിമ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കരാർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വദിമ്മത്തി നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ കരാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അധ്യായമാണ് സഹോദരങ്ങളെ ഇതിലുള്ളത്. അപ്പോൾ അല്ലാഹു തആലയുടെ പേരിൽ കരാർ ചെയ്യുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമതായി അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അള്ളാഹുവിന്റെ പേരിൽ ഒരു കരാറ് ചെയ്യാൻ പാടില്ല. അപ്പം അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ കരാറ് ചെയ്യുന്നു, ഞാൻ ഇന്നത് ചെയ്യുകയില്ല, നിനക്കൊരു ഉപദ്രവം ഞാൻ ഏൽപ്പിക്കുകയില്ല, ഇത് അള്ളാഹുവിന്റെ പേരിൽ ഞാൻ കരാറ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇതാ ഞാൻ അള്ളാഹുവിന്റെ പേരിൽ കരാറ് ചെയ്യുന്നു, നിനക്ക് ഇന്നാൽ ഇന്നത് ഞാൻ ചെയ്തു തന്നിരിക്കും. അങ്ങനെയുള്ള കരാറുകൾ നിങ്ങൾ ചെയ്യരുത് എന്നുള്ള അധ്യായം എന്ന് അറിയിക്കുന്ന അധ്യായമാണിത്. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരാളോട് പറയാനുള്ളത് അത് പരമാവധി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ജാമ്യക്കാരനാക്കിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അള്ളാഹുവിന്റെ പേരിൽ കരാറ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റു കരാറുകൾ പോലെയല്ല. അത് അള്ളാഹു തആലയാണ് നീ അവിടെ അവന്റെ മുന്നിൽ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അപ്പം അത് വീട്ടുക എന്നുള്ളത് വളരെയധികം ബാധ്യതയുള്ള കാര്യമാണ്. അത് ബാധ്യത വീട്ടാൻ പറ്റുമോ ഇല്ലേ എന്ന ഭയത്താൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഒരാൾ അള്ളാഹുവിന്റെ പേരിൽ അങ്ങനെ വല്ല കരാറും ചെയ്താൽ അവൻ അങ്ങേയറ്റം പരിശ്രമിക്കണം അത് നിറവേറ്റുക എന്നുള്ള കാര്യത്തിൽ. പൊതുവെ ഒരു മനുഷ്യനൊരു കരാറ് കൊടുത്താൽ തന്നെ മുസ്ലിമീങ്ങൾ അത് പാലിക്കേണ്ടതുണ്ട്. കരാറ് പാലിക്കൽ നിർബന്ധമാണ്. കരാറിൽ വീഴ്ച വരുത്തുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഒരാൾ ഒരു കരാറ് പറഞ്ഞ് നിഷേധിക്കുക, അത് വീഴ്ച വരുത്തുക എന്ന് പറയുന്നത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ആ കരാറിനൊരു ബലം കിട്ടാനായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കാണിക്കുന്ന മര്യാദകേടാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൗഹീദിൽ കാണിക്കുന്ന ഒരു വീഴ്ച കൂടിയാണ്. കാരണം അള്ളാഹു തആലയെ ഇങ്ങനെ ജാമ്യക്കാരനാക്കി അതിന് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായി ഒരു ആയത്താണ്. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഔഫു ബിഅഹ്ദില്ലാഹ് ഇദാ ആഹദ്തും, നിങ്ങൾ അള്ളാഹുവിന്റെ കരാർ, അത് നിങ്ങൾ കരാർ ചെയ്യാമെന്ന് ഏറ്റാൽ അത് നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വല തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹ, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരിക്കലും തന്നെ അത് ലംഘിക്കാൻ പാടില്ല. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, കാരണം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജാമ്യക്കാരനാക്കിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. അല്ലാഹു ഇത് ഏറ്റെടുക്കും എന്നുള്ള അർത്ഥത്തിലാണല്ലോ കരാർ ചെയ്യുന്നത്. ഇന്നാളുടെ പേരിൽ കരാർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവിടെ ജാമ്യക്കാരനാക്കിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് വലാ തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹ, നിങ്ങൾ അങ്ങനെ കരാർ ചെയ്താൽ അത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. ഇന്നല്ലാഹ യഅലമു മാ തഫഅലൂൻ, നിങ്ങൾ ഇങ്ങനെ കരാർ എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ, എന്തുകൊണ്ട് വീഴ്ച വരുത്തി എന്നുള്ളതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി നോക്കിക്കാണുന്നുണ്ട്. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നുണ്ട് എന്നാണ് ആയത്തിൽ പറയുന്നത്. നോക്കൂ സഹോദരങ്ങൾ, ഇതിൽ ഒന്നാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വഔഫു ബിഅഹ്ദില്ലാഹി ഇദാ ആഹദ്തും, നിങ്ങൾ കരാർ ചെയ്താൽ എന്നാണ് പറയുന്നത്. അതായത് കരാർ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമല്ല ഈ ആയത്തിൽ, നിങ്ങൾ കരാർ ചെയ്താൽ എന്നാണ്. അതായത് അടിസ്ഥാനം അങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കരാർ ചെയ്യരുത് എന്നത് തന്നെയാണ് അടിസ്ഥാനം. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കരാർ പാലിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഈ ആയത്തിൽ മനസ്സിലാക്കണം, ഇദാ ആഹദ്തും എന്ന് പറഞ്ഞാൽ കരാർ ചെയ്താൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ അടിസ്ഥാനം നിങ്ങൾ അങ്ങനെ കരാർ ചെയ്യരുത് എന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവൻ അങ്ങനെ കരാർ ചെയ്തു കഴിഞ്ഞാൽ ആ കരാർ പാലിക്കുക എന്നുള്ളത് അവൻ നിർബന്ധ ബാധ്യതയായി തീരും. ആ ബാധ്യത ഒന്നുകൂടി
കഠിനമായ ബാധ്യതയാണ്, അല്ലെങ്കിൽ നന്നായി ശ്രദ്ധിക്കേണ്ട ബാധ്യതയാണ്. കാരണം സാധാരണ മനുഷ്യന്മാരുടെ പേരിൽ തന്നെ കരാർ ചെയ്താൽ പാലിക്കൽ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ പേരിലാകുമ്പോൾ ആ ബാധ്യത വളരെയധികം നിർബന്ധമുള്ള ബാധ്യതയായി തീരും. ഈ കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കണം. വലാ തൻഖുദുൽ ഐമാന ബഅദ തൗക്കീദിഹാ, നിങ്ങൾ കാര്യങ്ങൾ സത്യം പറഞ്ഞുറപ്പിച്ചതിന് ശേഷം അത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. ഇവിടെ ലംഘിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിലെ കരാറുകളാണ്. അള്ളാഹുവിന്റെ പേരിൽ കരാർ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നീട് അത് ലംഘിക്കാൻ പാടില്ല. ആ കരാറിനെ ലംഘിക്കാൻ പാടില്ല. അതങ്ങനെ ലംഘിച്ചുകൊണ്ടുള്ള പ്രായശ്ചിത്തമില്ല. എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ സത്യം ചെയ്തു പറഞ്ഞാൽ അത് ചില സമയത്ത് നമുക്ക് ലംഘിക്കൽ അനുവദനീയമാണ്, ജായിസാകുന്ന സന്ദർഭമുണ്ട്. അവിടെ അതിന് പശ്ചാത്തലം കഫാറത്തുൽ യമീൻ ഉണ്ട്. അപ്പൊ നമ്മൾ പറയാൻ വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞൊരു പ്രവർത്തനം പറഞ്ഞു. പക്ഷെ പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ ചെയ്യലാണ് നല്ലത്, അതാണ് കൂടുതൽ നല്ല കാര്യം. ഞാനന്ന് വിവരക്കേട് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിലേക്ക് അവൻ ഈ കരാർ ലംഘിച്ചുകൊണ്ട് അത് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ അതിന് കരാർ ലംഘനത്തിനുള്ള കഫാറത്തുൽ യമീൻ ഉണ്ട്. കഫാറത്തുൽ യമീൻ അത് അവൻ നിർവഹിച്ചുകൊണ്ട് ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് കൂടുതൽ നല്ലതിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു കരാറുകൾ അവനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ പേരിലുള്ള കരാർ അതുപോലെയല്ല. അള്ളാഹുവിന്റെ പേരിലുള്ള കരാർ അതുപോലെ അങ്ങനെയാണ് കരാർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന് പിന്നെ പ്രായശ്ചിത്തമില്ലാതെ നിർബന്ധമായി പാലിക്കേണ്ടി വരും. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അവന്റെ കഫീലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജാമ്യക്കാരനായി അള്ളാഹുവിനെ മാറ്റിയിരിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്കത് പാലിക്കാതിരിക്കുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല ഇന്നല്ലാഹ യഅലമു മാ തഫഅലൂൻ. അള്ളാഹുവിന്റെ താക്കീതാണ്. ഇങ്ങനെ നിങ്ങൾ പാലിക്കാതിരുന്നാൽ അള്ളാഹു അത് അറിയുന്നുണ്ട്, അള്ളാഹു അത് സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു സുദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുള്ള ഒരു ഹദീസാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു ഹദീസ് തന്നെയാണത്. ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ബുറൈദ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് കാര്യം പറയുന്നത്. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമറ അമീറൻ അലാ ജയ്ഷിൻ ഔ സരിയത്തിൻ ഔസാഹു ഫീ ഖാസതിഹി ബിതഖ്വല്ലാഹി തആല വമൻ മഅഹു മിനൽ മുസ്ലിമീന ഖൈറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആദ്യം പറയുന്നത് ഇദാ അമറ അമീറുൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമറ അമീറൻ അലാ ജയ്ഷിൻ ഔ സരിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമീറിനെ നിശ്ചയിക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി, ജയ്ഷ് എന്ന് പറഞ്ഞാൽ യുദ്ധ സംഘത്തിനാണ് ജയ്ഷ് എന്ന് പറയുന്നത്. ജയ്ഷ് സൈന്യത്തിന് പറയുന്ന പേരാണ്. സരിയത്തുൻ എന്ന് പറഞ്ഞാലും ഭാഷയിൽ അർത്ഥം സൈന്യം എന്ന് തന്നെയാണ്. പക്ഷെ സരിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഘത്തിനാണ് സരിയത്ത് എന്ന് പറയുക. ജയ്ഷ് എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. ചിലർ പറയുന്നു 400 മുകളിലുള്ള ആളുകളുണ്ട് എങ്കിൽ അതിന് ജയ്ഷ് എന്ന അറബി ഭാഷയിൽ പറയും. ഭാഷ അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ ശരീഅത്ത് എന്ന് പറയുന്നത് അതിനേക്കാൾ ചെറിയ എണ്ണം, 100 പേരടങ്ങുന്ന ഒരു യുദ്ധ സൈന്യത്തിന് ശരീഅത്ത് എന്ന അറബി ഭാഷയിൽ പറയുന്നു. എന്ത് തന്നെയാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള സൈന്യത്തിന് ഒരുക്കുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കൊടുക്കുന്ന നിർദ്ദേശമാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പാഠം, സൈന്യത്തെ ഒരുക്കേണ്ടത് അമീറുൽ മുഅ്മിനീനാണ്, വലിയുൽ അംറാൻ, ഭരണാധികാരിയാണ്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സൈന്യത്തെ ഒരുക്കുക, അങ്ങനെ സൈന്യവുമായി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക, ഇതെല്ലാം ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സാധാരണ ഏതെങ്കിലും സംഘത്തിനോ സംഘടനകൾക്കോ പറ്റുന്ന കാര്യമല്ല, അവർക്കത് അനുവദനീയവുമല്ല. സൈന്യത്തെ ഒരുക്കിക്കൊണ്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക എന്നുള്ളത് ഭരണാധികാരിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാണ്. അങ്ങനെ അവിടുന്നാണ് സൈന്യത്തെ ഒരുക്കിയിരുന്നത്. ഭരണാധികാരി ഉണ്ടായിരിക്കെ താഴെയുള്ള ഒരാൾക്കും അങ്ങനെ സൈന്യത്തെ ഒരുക്കി പുറപ്പെടുക എന്നുള്ളത് പാടില്ല. സ്വഹാബികൾ ആരും അവരുടെ പ്രാദേശികമായ സൈന്യത്തെ അങ്ങനെ ഒരുക്കുകയില്ല. മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവ് കിട്ടിയാലാണ് അങ്ങനെയുള്ള സൈന്യത്തെ ഒരുക്കുക. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം അതാണ്. ഇനി വിഷയം ആദ്യമായി പറയുന്നു, ഔസാഹു ഫീ ഖാസതിഹി ബിതഖ്വല്ലാഹി തആല. ഒന്നാമതായി എന്ത് ചെയ്യും? ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട, തഖ്വ ചെയ്യുന്ന കാര്യം എടുത്തു പറയുമെന്നുള്ളതാണ്. തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ കൽപ്പനകൾ പാലിക്കുക, വിലക്കുകൾ അതിൽ വിട്ടുനിൽക്കുക, അതുപോലെ കൂടെയുള്ളവരോട് വിനയം കാണിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആർക്ക് കൊടുക്കും? ഭരണാധികാരി. ആ ഭരണാധികാരി ഇത്തരത്തിലുള്ള സൈന്യത്തിന്റെ നേതാവിന് കൊടുക്കുമെന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഒരാൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണ് എങ്കിൽ അയാൾ ഇത്തരം വസിയത്ത് ലഭിക്കാൻ ഏറെ അർഹനായിട്ടുള്ള ആളാണ്.
കാരണം ഭരണാധികാരി, കാരണം ഒരു സൈന്യത്തിന്റെ നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം സൂക്ഷ്മത കാണിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ലുൽമകൾ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയായി അയാൾ മാറും. കാരണം അയാളുടെ തെറ്റായ ഒരു അഭിപ്രായം ഒരുപാട് മനുഷ്യന്മാരുടെ വിഷയത്തിലാണ് പ്രതിഫലിക്കുക. അത് ഒരു ലുൽമല്ല സംഭവിക്കുക. അയാളുടെ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു തീരുമാനം അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് സ്വീകരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് സ്വീകരിക്കാതെ അയാളുടെ ദേഹേച്ഛയെ പിൻപറ്റി അയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദേഹങ്ങൾക്കാണ് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാക്കുക. അതുകൊണ്ട് അത്തരക്കാർ പ്രത്യേകം ഉപദേശിക്കപ്പെടണമെന്നാണ്. അപ്പൊ അതുപോലെ ആരായാലും പണ്ഡിതന്മാർ പറയുന്നു, എന്തിന്റെയും നേതൃത്വത്തിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ ഉപദേശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കാരണം അവർ വലിയൊരു വിഭാഗത്തെ ഏറ്റെടുത്ത ആളുകളാണ്. അവർക്കും ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തിന്റെ നേതാവ് വലിയ ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കും. സാധാരണ ഒരാളെ ഏൽപ്പിക്കുകയില്ല. പ്രത്യേകിച്ചും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഒരു സൈന്യമാകുന്ന സമയത്ത് പ്രത്യേകിച്ചും എല്ലാ നിലക്കും കഴിവുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുക. പക്ഷെ അങ്ങനെയുള്ള ഒരാളായിട്ട് പോലും ഒന്നാമതായി അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ കൊണ്ടുള്ള വസിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. വമൻ മഅഹു മിനൽ മുസ്ലിമീന ഖൈറ, അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റു മുസ്ലിമീങ്ങൾക്കും നന്മയിൽ അധിഷ്ഠിതമായ ഒരുപാട് വസിയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയെന്നാണ്. ആ വസിയത്തിൽ ഓരോന്നോരോന്നാണ് പറയുന്നത്. ഫഖാൽ, ഒന്നാമതായി പറഞ്ഞു ഉഗ്സു ബിസ്മില്ലാ ഫീ സബീലില്ലാ ഖാതിലു മൻ കഫറ ബില്ലാ. ഉഗ്സു, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. അതായത് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഉഗ്സു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടാണ് നിങ്ങൾ പുറപ്പെടേണ്ടത്. കാരണം അള്ളാഹുവിന്റെ സഹായമില്ലാതെ എത്ര വലിയ ശക്തി ഉണ്ടായിട്ടും ശക്തി സംഭരിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ സഹായം തേടി നിങ്ങൾ പുറപ്പെടണം. അവനിൽ വരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം. ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ യുദ്ധത്തിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. യുദ്ധം വലിയ ഇബാദത്താണ്. ഇസ്ലാമിന്റെ വലിയൊരു ഇബാദത്തിൽപ്പെട്ട കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. പക്ഷേ ഫീ സബീലില്ലാ, ഇഖ്ലാസ് അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ കലിമത്ത് ഉയർന്നു നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് നീ യുദ്ധം ചെയ്യേണ്ടത്. ഖാതിലു മൻ കഫറ ബില്ലാഹ്, അള്ളാഹുവിൽ അവിശ്വസിച്ചവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, അതിന് അർഹരായ ആളുകളുണ്ട്. കാരണം അള്ളാഹുൽ അവിശ്വസിച്ച എല്ലാ ആളുകളോടും യുദ്ധം ചെയ്യൽ അനുവദനീയമല്ല. അള്ളാഹുൽ അവിശ്വസിച്ച ആളുകൾ ഭൂമിയിൽ ഒരുപാടുണ്ട്. അവരിലെല്ലാവരോടും യുദ്ധം ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല. അതിൽ ഒന്നാമത്തെ ആളാണ് കരാറിൽ ഏർപ്പെട്ട കാഫിറാണ് എങ്കിൽ അവരോട് യുദ്ധം ചെയ്യൽ ഹറാമാണ്. കരാറിൽ ഏർപ്പെട്ട ആളാണ്. ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ അവിടെ ഒരു കരാറിൽ മുസ്ലിമും കാഫിറും അവിടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഒരു നിലക്കും അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഒരു നിലക്കും അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ മുസ്ലിം ഭരണാധികാരിക്ക് കപ്പം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കാഫിറുകളായ ആളുകളുണ്ടാവും. അവർക്ക് ടാക്സ് അടച്ചുകൊണ്ട് ദിമ്മിയായി ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. കാരണം യുദ്ധം ചെയ്യാതിരിക്കാനാണ് അവരോട് കപ്പം വാങ്ങിക്കുന്നത്, ടാക്സ് വാങ്ങിക്കുന്നത്. അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ അവർക്ക് അവർക്ക് നിർഭയത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ മുസ്ലിമീങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോടും യുദ്ധം ചെയ്യാൻ പാടില്ല. കാഫിറാണെങ്കിലും അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. മറ്റൊരു രാജ്യത്തിൽ നിന്നും അവർ പാസ്പോർട്ടുമായി അവരുടെ എംബസി മുഖേന നമ്മുടെ രാജ്യത്തേക്ക്, ഇസ്ലാമിക രാജ്യത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ പ്രവേശിക്കുന്ന ആളുകളോട് ഒരു ദുൽമും ചെയ്യാൻ പാടില്ല. കാഫിറുകളാണ്. ഈ പറയുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകളോ ഹദീസുകളോ അവർക്ക് നേരെ ബാധകമല്ല. കാരണം അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ ദുർബലരായ ആളുകളെയും ഇതിൽ നിന്ന് ഒഴിവാണ്. യുദ്ധം ചെയ്യുന്ന സമയത്ത് ദുർബലരെ യുദ്ധം ചെയ്തുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ചെറിയ കുട്ടികളെ ആക്രമിക്കുക, ചെറിയ കുട്ടികളോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ ഇബാദത്തുകളിൽ, അതായത് ശിർക്കൻ ഇബാദത്തുകളാണ്, ഇബാദത്തുകളിൽ അങ്ങനെ മുഴുകിക്കഴിഞ്ഞിരിക്കുന്ന അവരുടെ പുരോഹിതന്മാരുണ്ടാകും. അവരെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടത്, അവരോട് യുദ്ധം ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ വളരെയധികം പ്രായം ചെന്ന ആളുകളോടും യുദ്ധം ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ പറയുന്ന വിഭാഗങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യും. മനസ്സിലായില്ലേ? ഈ പറയുന്ന വിഭാഗങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യും. ഈ പറയുന്ന പാതിരിയാകട്ടെ, ചെറിയ കുട്ടിയാകട്ടെ, വയസ്സനാകട്ടെ, ആരുമാകട്ടെ, അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യും. പക്ഷേ അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവരോട് ഒരിക്കലും അങ്ങോട്ട് യുദ്ധം ചെയ്യുകയില്ല. മറിച്ച് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന വലിയവരും ശക്തിയുള്ളവരും അങ്ങനെയുള്ള ഈ പറയുന്ന കരാറുകളിൽ ഏർപ്പെടാത്ത, നിർഭയത്വം ഇസ്ലാമിക രാജ്യം വാഗ്ദാനം ചെയ്യാത്ത അങ്ങനെയുള്ള ആളുകളോട് മാത്രമേ
ഇസ്ലാമികമായ യുദ്ധം ചെയ്യുകയുള്ളൂ. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം പലർക്കും യുദ്ധം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളിൽ പോലും പലർക്കും അറിയില്ല. ഇസ്ലാമിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ തോക്കെടുത്തുകൊണ്ട്, എവിടെയെങ്കിലും കുറച്ച് ആളുകൾ കൂടിക്കൊണ്ട് അപ്പുറത്തെ ആളുകളെ ആക്രമിക്കുക എന്നുള്ളതല്ല. അത് കേവലം ആക്രമണം അയച്ചുവിടുക എന്ന് മാത്രമാണ്. അത് ഉൽമാണ്. ഇസ്ലാമികമായി അതിന് ജിഹാദിന്റെ പ്രതിഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഇത്തരത്തിൽ കരാറിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയെ ആക്രമിക്കുകയാണ് എങ്കിൽ അവൻ സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ല പ്രതിഫലം കിട്ടൂല എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിന്റെ പരിമളം പോലും ഇയാൾക്ക് ലഭിക്കുകയില്ല. അത്തരത്തിൽ കരാറിൽ ഏർപ്പെട്ട ഒരു ദിമ്മിയെ അല്ലെങ്കിൽ ഒരു മുആഹദിനെ, ഉടമ്പടിയിൽ ഏർപ്പെട്ടവനെ ആക്രമിച്ചാൽ അതാണ് അവസ്ഥ. അതാണ് ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ഇസ്ലാമിക ജ്ഞാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായി ആഴത്തിൽ കാണാൻ സാധിക്കും. ഉഗ്സു വല തഗുല്ലു, പിന്നീട് കൊടുത്തത് നിങ്ങൾ യുദ്ധം ചെയ്യുക. വല തഗുല്ലു, ഗുലൂൽ എന്ന് പറഞ്ഞാൽ വൽ അഖ്ദു മിനൽ ഗനീമ ഖബ്ല ഖിസ്മതിഹാ, അതായത് ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സ്വത്ത് അത് വീതം വെക്കുന്നതിന് മുമ്പ് അതിൽ ഓരോരുത്തരും എടുക്കുക എന്നുള്ളത് അത് പാടില്ല. ഓരോരുത്തർക്കും കിട്ടിയ യുദ്ധാർജിത സ്വത്തുണ്ടാകും. ശത്രുക്കൾ തോറ്റോടുമ്പോൾ ശത്രുക്കൾ അണിഞ്ഞിരുന്ന കാര്യങ്ങളും അവരുപേക്ഷിച്ച കാര്യങ്ങളും ഒക്കെ അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ ഓരോരുത്തരും അങ്ങനെ എടുക്കാൻ പാടില്ല. അതെല്ലാം ഭരണാധികാരിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അതിനെ കൃത്യമായി വീതം വെച്ചിട്ടാണ് ഓരോരുത്തർക്കും നൽകുക. ആർക്ക് എത്ര നൽകണം എന്നുള്ള കണക്കൊക്കെ കൃത്യമായിട്ടുണ്ട്. അത് ഭരണാധികാരിയാണ് നൽകുക. അതിനു മുമ്പ് കട്ടെടുക്കുക എന്നുള്ളതാണ് ഗുലൂൽ എന്ന് പറയുന്നത്. അത്ര നിസ്സാരമായ കാര്യങ്ങളായാലും പാടില്ല. ഒരു നിസ്സാരമായ ഒരു പുതപ്പ് അങ്ങനെ കട്ടെടുത്തതിന്റെ പേരിൽ നരകത്തിലായ ഒരാളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അയാളെ കണ്ടപ്പോൾ ബാക്കിയുള്ള സഹാബികൾ വിചാരിച്ചു ഇയാൾ വലിയ ഷഹീദാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫിന്നാർ, അവൻ നരകത്തിലാണ്. കാരണം അവൻ ഈ യുദ്ധാർജിത സ്വത്ത് ഇങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, അങ്ങനെ ഈ കാര്യങ്ങൾ പോലും ഇസ്ലാമിൽ വളരെ കൃത്യമായിട്ടാണ്. വലാ തഗ്ദിറു, പിന്നെയാണ് ഇവിടെ പറഞ്ഞത് വലാ തഗ്ദിറു ഐ ലാ തൻഖുദുൽ അഹ്ദ്, നിങ്ങൾ കരാറുകൾ ലംഘിക്കാൻ പാടില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ കരാറുകൾ ചിലപ്പോൾ പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രൂപത്തിലേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ വല്ല കരാറുകളും അവിടെ ഉണ്ട് എങ്കിൽ അതൊന്നും ഒരാളും ലംഘിക്കാൻ പാടില്ല. യുദ്ധത്തിന് പോകുന്ന ആളുകൾക്കുള്ള നിർദ്ദേശമാണിത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട അവസാനമാണ്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് ഇസ്ലാമിക യുദ്ധം എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിന് മര്യാദകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് വിശദീകരിക്കുന്നത്. പിന്നീട് പറഞ്ഞു വല തുമസ്സിലു, നിങ്ങൾ ചിത്രവധം നടത്താൻ പാടില്ല. കൊല്ലാം, പക്ഷേ കൊന്നു കഴിഞ്ഞാൽ മുഖം ശരീരവും ഒക്കെ വികൃതമാക്കുന്ന രൂപത്തിൽ ചിത്രവധം നടത്തുക അത് ഇസ്ലാമിന് അനുവദനീയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയാണ്. വല തുമസ്സിലു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഇത് നിരുപാധികമായ ഒരു വിലക്കാണോ? അപ്പോൾ അധികം പണ്ഡിതന്മാരും പറഞ്ഞു അതെ നിരുപാധികമായ വിലക്കാണ്. പക്ഷെ ചിലർ പറഞ്ഞു അല്ല, മുസ്ലിമീങ്ങളെ തിരിച്ചങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ഭരണാധികാരിക്ക് തീരുമാനിക്കാം. അപ്പോൾ മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളെ കിട്ടിയ ആൾക്കാരെയൊക്കെ കുഫാറുകൾ ആ രൂപത്തിൽ ചിത്രവധം നടത്തി അങ്ങനെ ശരീരമൊക്കെ ഓരോ അവയവങ്ങളൊക്കെ അറ്റ് അത് വികൃതമാക്കുന്ന പരിപാടി അവർ ചെയ്താൽ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിക്ക് അവരത് നിർത്താൻ വല്ല മസ്ലഹത്തും ഇതിലുണ്ട് എങ്കിൽ അവർക്ക് അങ്ങനെ തീരുമാനിക്കാം. അതല്ലെങ്കിൽ അസുൽ അത് പാടില്ല. വല തഖ്തുലു വലീദൻ, ചെറിയ കുട്ടിയെ കൊല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, ചെറിയ കുട്ടിയെ, പിഞ്ചു കുട്ടികളെ കൊല്ലാൻ പാടില്ല. ഇസ്ലാമിന് കൃത്യമായ യുദ്ധത്തിന്റെ നിർദ്ദേശങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞു വഇദാ ലഖീത അദുവക മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട അവിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ശത്രുവിനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഫദ്ഉഹും ഇലാ സലാസി ഖിസാലിൻ ഔ ഖിലാൽ, 3 കാര്യങ്ങളിലേക്ക് നിങ്ങൾ അയാളെ ക്ഷണിക്കണം. 3 കാര്യങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. ഫഅയ്യതുഹുന്ന മാ അജാബൂക ഫഖ്ബൽ മിൻഹും വഖുഫ് അൻഹും, അതിലേതാണോ അവർ സ്വീകരിക്കുന്നത്, അത് ഏതിനാണോ അവർ ഉത്തരം നൽകുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, അവരെ യുദ്ധം ചെയ്യാതെ വിട്ടേക്കുക എന്നാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇനി പറയുന്ന ഓരോ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നത് കേവലം രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുക, ഒരുപാട് ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല. ഇവിടെ ഒന്നാമതായി മനസ്സിലാക്കി യുദ്ധത്തിന് പുറപ്പെടുക എപ്പോഴും ശക്തിയുള്ള സമയത്താണ്. ശക്തിയില്ലാത്ത സമയത്ത് ഒരിക്കലും ഭരണാധികാരി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയില്ല. ഇപ്പൊ 10 ആളുകൾ 100 ആളെ അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വളരെ ദുർബലമായ ഒരു രാജ്യം വലിയൊരു രാജ്യത്തിനെ നേരിടുന്നതിന് വേണ്ടി പുറപ്പെടുകയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്തുള്ള കാര്യമല്ല ഈ പറയുന്നത്. മറിച്ച് അങ്ങേയറ്റം ശക്തിയും കഴിവും ഒക്കെ ഉള്ള ഒരു സമയത്ത് ഭരണാധികാരി യുദ്ധത്തിന് വേണ്ടി ആളെ പുറപ്പെട്ട് കൊണ്ടുപോയി. അപ്പൊ എതിരാളി ദുർബലനായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ സമാസമൊക്കെ ആയിരിക്കും. അങ്ങനെ പോയ സമയത്തും അവിടെ പോയി നേരെ അവരെ കൊല്ലുക, അവരെ ഇല്ലാതാക്കുക എന്നതല്ല പറയുന്നത്. മറിച്ച് ഒന്നാമതായി 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായി പറയുന്നത് തുമ്മുദ്ഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്.
അപ്പൊ അവർ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവരെ കൊല്ലേണ്ട യാതൊരു ആവശ്യവുമില്ല. അവർ ശത്രുക്കളാണ്, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകളാണ്. എങ്കിലും അവരാദ്യം തന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ആ വിഭാഗം യുദ്ധത്തിന് വേണ്ടി ഏറ്റുമുട്ടുന്ന രാജ്യമാകട്ടെ വിഭാഗമാകട്ടെ, അവർക്ക് ഇസ്ലാം മുമ്പ് എത്തിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, യുദ്ധമുഖത്ത് നിന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്താ ഇസ്ലാം, എങ്ങനെ കാര്യങ്ങളാണ്, ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഇതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അവർക്ക് നേരത്തെ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന, ഇസ്ലാമിക ദഅവത്ത് എത്തിയ കുഫാറുകളാണ് എങ്കിൽ പണ്ഡിതന്മാരും പറയുന്നത് മുസ്തഹബാണ്, നല്ലതാണ്. വലിയ നമ്പർ എന്താണോ തീരുമാനിക്കുന്നതനുസരിച്ച് നീങ്ങാം. മുസ്തഹബാണ് അവർക്ക് ദഅവത്ത് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഒന്നാമതായി പറഞ്ഞു സുമ്മദ്ഉഹും ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഫഇൻ അജാബൂക ഫഖ്ബൽ മിൻഹും, അവർ അത് സ്വീകരിച്ചാൽ അവരത് ഉത്തരം ചെയ്താൽ നീ സ്വീകരിക്കണം. കുഫാൻഹും, അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. അത് പിന്നെ എത്ര വലിയ, നീ നേരത്തെ അങ്ങനെ ചെയ്ത ഒരാളല്ലേ, ഇങ്ങനെ ഒരു മുസ്ലിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ച ആളല്ലേ, ഒന്നും അവിടെ ഇല്ല. അവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ശത്രുവല്ല. അവന് നേരെ കൈയോങ്ങാൻ പാടില്ല, അവന് നേരെ യുദ്ധം ചെയ്യാൻ പാടില്ല. പിന്നീട് പറയുന്നു, അങ്ങനെ മുസ്ലിമീങ്ങളായാൽ സുമ്മുദ്ഉഹും ഇല തഹവ്വുലി മിൻ ദാരിഹിം ഇല ദാരിൽ മുഹാജിരീൻ, പിന്നീട് അവരുടെ ആ ഭവനത്തിൽ നിന്നും മുസ്ലിമീങ്ങളുടെ ഭവനത്തിലേക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി അവരോട് പറയുക എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണ്. അതായത് ഈ ആളുകളെല്ലാം തന്നെ മുസ്ലിമീങ്ങളായാൽ ആ നാട് ദാറുൽ കുഫ്റല്ല, ദാറുൽ ഇസ്ലാമാണ്, ഇസ്ലാമിക രാജ്യമായി തീരും. എങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീനയിലേക്ക് ഹിജ്റ ചെയ്യുക എന്നുള്ളത് അവിടുന്ന് കൽപ്പിച്ചിരുന്നു എന്നാണ്. ഇത് നിർബന്ധത്തിനുള്ള കൽപ്പനയല്ല, പക്ഷെ മുസ്തഹബാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. കാരണം മദീനയാണ് എൽമിന്റെയും അതുപോലെ തന്നെ ഈമാനിന്റെയും നാട്. മറ്റു രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങളായാലും അവർക്ക് അറിവുകളൊന്നും ഉണ്ടാവുകയില്ല. കാരണം അറിവ് പഠിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? മദീനയിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലാണ്, അവിടുത്തെ മസ്ജിദിലാണ്, അവിടെയാണ് അറിവ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് ഹിജ്റ ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്, ഒരു നാട്ടിൽ ഒരുപാട് ബിദ്അത്തുകളും മഅസിയത്തുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ അയാൾ അങ്ങനെയൊന്നുമില്ലാത്ത സുന്നത്തിന്റെയും ഇൽമിന്റെയും ഒക്കെ നാടുകളിലേക്ക് മാറി താമസിക്കുക എന്നുള്ളത് വളരെയധികം മുസ്തഹബായ കാര്യമാണ്, അങ്ങേയറ്റം പ്രതിഫലാർഹമായ കാര്യമാണ്. കാരണം ആ ബിദ്അത്തുകളിൽ പെടാതെ, ആ ഹറാമുകളിൽ പെടാതെ നല്ല ദീനിന്റെയും അറിവിന്റെയും ഒക്കെ സ്ഥലങ്ങളിലേക്ക്, അത് ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരാൾ മാറി താമസിക്കുക എന്ന് പറയുന്നത് വളരെയധികം പുണ്യകരമാണ് എന്നിതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞു, കാരണം അവർ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ദാറുൽ ഇസ്ലാമായി മാറിക്കഴിഞ്ഞു. എന്നിട്ട് പോലും അവരോട് എന്താണ് പറയുന്നത്? മദീനയിലേക്ക് വരിക എന്നാണ് പറയുന്നത്. കാരണം അവിടെ എൽമും ഈമാനുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അവിടെയാണ് പ്രചരിച്ചു തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദീൻ എവിടെയാണോ പ്രചരിപ്പിക്കപ്പെടുന്നത്, എവിടെയാണോ ദീൻ ലഭിക്കുന്നത്, അവിടങ്ങളിലേക്ക് മാറുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് വഅഖ്ബിർഹും, പിന്നീട് അവരെ അറിയിക്കണം, അന്നഹും ഇദാ ഫഅലു ദാലിക്, അവരങ്ങനെ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വരികയാണ് എങ്കിൽ ഫലഹും മാൽ മുഹാജിരീൻ വഅലൈഹിം മാ അലൽ മുഹാജിരീൻ, രണ്ട് കാര്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും അവർക്കുള്ള ബാധ്യതകളും പറഞ്ഞു കൊടുക്കുകയാണ്. മുഹാജിറുകൾക്ക് എന്താണോ ഉള്ളത് അത് അവർക്കും ലഭിക്കും. ഇപ്പൊ നേരത്തെ ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയ ആളുകൾ മുഹാജിരീങ്ങളാണ്. മുഹാജിർ എന്ന് പറയുന്നത് ദാറുൽ കുഫറിൽ നിന്ന് ദാറുൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഇസ്ലാമിക രാജ്യത്ത്, കുഫാറുകളുടെ രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്തിന് വന്ന ആളാണ് മുഹാജിർ എന്ന് പറയുന്നത്. ഇവൻ ആ മുഹാജിർ എന്ന് പറയപ്പെടുകയില്ല, കാരണം അവൻ ഇസ്ലാമിക രാജ്യത്തു നിന്ന് തന്നെയാണ് ഇസ്ലാമിക രാജ്യത്തേക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെ പോയാലും ഫലഹും മാലിൽ മുഹാജിരീൻ, മുഹാജിറുകൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമാണ്, അതവൻ ലഭിക്കും. പിന്നീട് ദുന്യവിയായ കാര്യങ്ങൾ, ഗനീമത്താകട്ടെ ഫൈ ആകട്ടെ, ഇതൊക്കെ യുദ്ധാർജിത സ്വത്തുക്കളാണ്. ഇങ്ങനെയുള്ള ലഭിക്കുന്നത് എന്താകട്ടെ അതെല്ലാം ഇവനും ലഭിക്കും. അതുപോലെ തന്നെ മുഹാജിറുകൾക്ക് എന്താണോ ബാധ്യതയായിട്ടുള്ളത് അത് ഇവർക്കും ബാധ്യതയാകും. ഇനിയുള്ള യുദ്ധങ്ങളിലും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം പുറപ്പെടുക, അങ്ങനെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഇവർക്കും ബാധ്യതയായി തീരും എന്ന കാര്യം അറിയിക്കുക എന്ന് പറഞ്ഞു. ഫഇൻ അബൗ അൻ യതഹവ്വലു മിൻഹാ, അങ്ങനെ മാറി താമസിക്കാൻ അവർ വിസമ്മതിക്കുകയാണ് എങ്കിൽ ഫഅഖ്ബിർഹും, അവരെ നീ അറിയിച്ചേക്കുക, അന്നഹും യകൂനൂന കഅറാബിൽ മുസ്ലിമീൻ യജ്രി അലൈഹിം ഹുക്മുല്ലാഹി തആല, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന, പട്ടണങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണരായ അറാബികളുടെ ഹുക്കുമായിരിക്കും അവർക്കുണ്ടാവുക, അവരെ പോലെ ആയിരിക്കും അവർക്കുണ്ടാകുക.
അവരുടെ വിഷയം യജ്രി അലൈഹിം ഹുക്കും അല്ലാഹി തആല, അള്ളാഹുവിന്റെ വിധിയൊക്കെ അവർക്ക് ബാധ്യതയാകും. മദീനയിൽ വന്നിട്ടില്ല, അവർ പുറം ദൂരത്താണ്, ആ രാജ്യത്ത് തന്നെ താമസിക്കുന്നുവെങ്കിലും അള്ളാഹുവിന്റെ ഹുക്കുമൊക്കെ അവർക്ക് ബാധ്യതയാകും. ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് അവർ നിർബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പ്രതിക്രിയകളും മറ്റുമൊക്കെ ഇസ്ലാമിക നിയമപ്രകാരം അവരിൽ നടപ്പാക്കും. അവർ മാറി താമസിച്ച് ഇങ്ങോട്ട് വന്നില്ല എന്ന് വിചാരിച്ച് അവരങ്ങനെ രക്ഷപ്പെടുകയില്ല. അവർക്ക് നിർബന്ധമായ ബാധ്യതകളൊക്കെ അവർക്ക് ചെയ്യും. എന്നാൽ വലാ യകൂനു ലഹും ഫിൽ ഗനീമത്തി വൽ ഫൈഇ ഷൈഉൻ, എന്നാൽ യുദ്ധാദ്യ സ്വത്തോ ഒന്നും തന്നെ അവർക്ക് ലഭിക്കുകയില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ അവരിവിടെ മദീനയിൽ വന്ന് താമസിക്കണം, അല്ലെങ്കിൽ ലഭിക്കുകയില്ല. ഇല്ല യുജാഹിദു മഅൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളോടൊപ്പം യുദ്ധത്തിന് വരികയാണെങ്കിൽ, ആ നാട്ടിൽ നിന്നും മുസ്ലിമീങ്ങളോടൊപ്പം യുദ്ധത്തിന് ചേർന്നുകൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് ലഭിക്കും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതൊന്നും അവർ ചെയ്യുന്നില്ല, ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചാലാണ് മാറി താമസിക്കുന്ന കാര്യം പറയും. ഇസ്ലാം സ്വീകരിക്കുന്നില്ല എങ്കിൽ ഫൈൻഹും അബൗ, അവർ ഇസ്ലാം സ്വീകരിക്കാതെ വിസമ്മതിക്കുകയാണെങ്കിൽ ഫസൽഹുമുൽ ജിസിയ, അപ്പോഴും അവർ നേരെ കൊല്ലുന്നില്ല. എന്ത് ചെയ്യാം? കപ്പം അടച്ചുകൊണ്ട്, ജിസിയ അടച്ചുകൊണ്ട് അവർക്ക് മുസ്ലിമീങ്ങളുടെ കീഴിൽ ജീവിക്കാം. ഇത് നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കാരുണ്യമാണ്. കാരണം അങ്ങനെ മുസ്ലിമീങ്ങളുടെ കീഴിൽ അവൻ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം എന്താണ്, മുസ്ലിമീങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു വേള അവൻ ഇസ്ലാം സ്വീകരിക്കാൻ അത് കാര്യമാകും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അവരെ ജീവിക്കാൻ അവിടെ അനുവദിക്കുന്നത്. അത് ഭരണാധികാരിയുടെ തീരുമാനങ്ങളുടെ കീഴിൽ വരുന്ന കാര്യമാണ്. എപ്പോഴാണ് ജിസിയ സ്വീകരിച്ചുകൊണ്ട് വെറുതെ വിടേണ്ടത്, എപ്പോൾ അത് വിടേണ്ടതില്ല എന്നൊക്കെ സഹോദരങ്ങളെ, അത് ഭരണാധികാരിയാണ് അത് തീരുമാനിക്കുക. യുദ്ധത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ഭരണാധികാരിയാണ് നൽകുക, ഇസ്ലാമിക യുദ്ധമുള്ള സ്ഥലത്ത് മാത്രം. ഫഇൻഹും അജാബു ഫഖ്ബൽ മിൻഹും വകുഫ അൻഹും, അതിനവർ ഉത്തരം നൽകുകയാണ് എങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ, അതായത് ഇതിനൊക്കെ ഉത്തരം നൽകുകയാണ് എങ്കിൽ, അവർ ജിസിയ തരാൻ തീരുമാനിക്കുകയൊക്കെയാണ് എങ്കിൽ അത് അവർ സ്വീകരിക്കുക. വകുഫ അൻഹും, അവരോട് പിന്നീട് യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല, അവരോട് യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല. ഫസ്തഇൻ ബില്ലാഹ് വഖാതിൽഹും, നിങ്ങൾ അള്ളാഹുവിൽ സഹായം തേടിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. പിന്നീട് പറയുന്ന കാര്യമാണ് ഫഇദാ ഹാസർത അഹ്ല ഹിസ്ൻ, അതായത് നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ചിലപ്പോൾ കോട്ടകളിൽ അഭയം തേടുന്ന ശത്രുക്കൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ കോട്ടയുടെ അകത്ത് അഭയം തേടിക്കഴിഞ്ഞാൽ വഇദാ ഹാസർത അഹ്ല ഹിസ്ൻ, അവരങ്ങനെ കോട്ടയിൽ ഉള്ളിൽ അഭയം പ്രാപിച്ചു. കോട്ടയിൽ അഭയം പ്രാപിച്ച പിന്നീട് അവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ള പ്രയാസമായിരിക്കും. എന്നാൽ കോട്ട ചുറ്റും വളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ രക്ഷയില്ല, അവർക്ക് ഇറങ്ങി വരേണ്ടി വരും. കാരണം ഒരുപാട് നാളൊന്നും അങ്ങനെ ജീവിക്കാനുള്ള വകുപ്പൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. അപ്പൊ അവർ പുറത്തു വരാൻ അത് ചുറ്റും വളയുക എന്നുള്ളതാണ് പഴയ കാലത്തെ രീതി. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള സമയത്ത് അതിൽ നിന്നും പുറത്തു വരാൻ അവർ നിങ്ങളോട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ കരാറ് ചെയ്ത് വാഗ്ദാനം നൽകണം എന്നാവശ്യപ്പെട്ടാൽ ഫലാ തജ്അൽ ലഹും ദിമ്മത്തല്ലാഹി വദിമ്മത നബീഹി, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെയും അവന്റെ നബിയുടെയും പേരിൽ നിങ്ങൾ കരാർ ചെയ്യാൻ പാടില്ല. പിന്നീട് എന്താ പറഞ്ഞത്? വലാകിൻ ഇജ്അൽ ലഹും ദിമ്മതക വദിമ്മത അസ്ഹാബിക്, നിന്റെയോ അല്ലെങ്കിൽ നിന്റെ ഒപ്പമുള്ള ആളുകളുടെയോ കരാറിൽ അവർക്ക് കരാർ നൽകുക എന്നാണ് പറഞ്ഞത്. ഇവിടെ സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം അള്ളാഹുവിന്റെ പേരിൽ നീ കരാറ് ചെയ്തിട്ട് ആ കാഫിറുകളായ ആളുകൾ താഴേക്കിറങ്ങി, പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ആ കരാർ പാലിക്കപ്പെടാതെ അത് ലംഘിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരാണ് അവിടെ എന്താക്കുന്നത്? മോശമാക്കി പോകുന്നത്. കാരണം അള്ളാഹുവിന്റെ പേരിൽ കരാർ ചെയ്ത് വന്നിട്ട് അത് ലംഘിക്കപ്പെട്ടു എന്നാണ് പറയുക. ഇസ്ലാമിന്റെ പേരിൽ കരാർ ചെയ്ത് വന്നിട്ട് അത് ലംഘിക്കപ്പെട്ടു എന്നാണ് പറയുക. കാരണം ലംഘിക്കപ്പെടാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പല ചതികളും പല വിഷയങ്ങളൊക്കെ മാറും. അപ്പോൾ ആ സമയത്ത് പോലും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ നിങ്ങൾ കരാർ ചെയ്തെങ്കിൽ പാലിക്കപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ പേരിൽ കരാർ ചെയ്തു കൊള്ളുക, എന്നിട്ട് അത് പാലിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേരിൽ കരാർ ചെയ്തു കൊള്ളുക. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇത്ര തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെയും ഞങ്ങൾ തൊടുകയില്ല. ഇതൊക്കെ കരാറുകളാണ്. അപ്പോൾ അവർ ഇത്തിഫാക്കാവുന്ന രൂപത്തിലുള്ള കരാറുകൾ പരസ്പരം നടത്തും. അങ്ങനെയുള്ള കരാറുകൾ ചെയ്യാമെന്നാണ് ഇവിടെ പണ്ഡിതന്മാർ ഉണർത്തിയ കാര്യമാണ്. അങ്ങനെ ഒരു കരാർ മുസ്ലിമീങ്ങൾ ഒരാൾ നടത്തിയാൽ പോലും ബാക്കിയുള്ള ആളുകളൊക്കെ അത് അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് വിശദീകരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഒരാൾ പറയുക, ഒരു മുസ്ലിമായ സൈന്യത്തിലുള്ള ഒരാൾ അയാളുടെ തട്ടം, വെളുത്ത തട്ടം എടുത്ത് ഉയർത്തി കാണിച്ചു. അപ്പോൾ പൊതുവെ വെളുത്ത തട്ടം കാണിച്ചാൽ സമാധാനമാണ്, യുദ്ധമില്ല എന്ന് പറയുന്ന രീതിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി അവിടെയുള്ള കോട്ടയിലുള്ള ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു.
പിറക്കി വന്നപ്പോൾ ഈ പറയുന്ന വ്യക്തി പറയാണില്ല, ഞാനതെന്റെ തട്ടത്തിലുള്ള പൊടി തട്ടിയതാണ്, ഞാൻ കരാറൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും ബാക്കിയുള്ള ആളുകൾ ഈ പറയുന്ന വ്യക്തിയെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. തെറ്റിദ്ധരിച്ചിട്ടാണ് അയാൾ ഇറങ്ങി വന്നത് എങ്കിൽ പോലും അയാൾ അപ്പോൾ പോലും ഉപദ്രവിക്കാൻ പാടില്ല, മറിച്ച് തിരിച്ച കോട്ടയിലേക്ക് തന്നെ പറഞ്ഞയക്കണമെന്നാണ്. കരാറുകൾക്ക് ഇസ്ലാമിൽ അത്രയും വലിയ പ്രാധാന്യമുണ്ട്. കാഫിറുകളോടാണെങ്കിൽ പോലും കരാറുകൾക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇയാൾ വന്നു കഴിഞ്ഞാൽ, അല്ല ഞാൻ വെറുതെ തട്ടിയാണ്, ഇയാൾ വാക്ക് മാറ്റി, ഞാനങ്ങനെ എന്റെ പൊടി തട്ടാൻ വേണ്ടി തട്ടം ഉയർത്തി കാണിച്ചതാണ്, അല്ലാതെ സമാധാനത്തിന് വേണ്ടി കാണിച്ചതൊന്നല്ല, അതിനുവേണ്ടി ഞങ്ങൾ കരാറൊന്നും കാണിച്ചതല്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. മറിച്ച് അത്രയും വലിയ പ്രാധാന്യം ഇസ്ലാം കരാറുകൾക്ക് നൽകുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പോഴാണ് സഹോദരങ്ങളെ ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും ഒക്കെ ഈ രൂപത്തിൽ യുദ്ധങ്ങൾ നടത്താം എന്ന് ധരിക്കുന്ന ചില ഖവാരിജികൾ, ഇസ്ലാമിന്റെ പേര് വളരെയധികം ലജ്ജാവഹമാക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ കരിവാരി തീർക്കുന്ന ഇത്തരത്തിലുള്ള ഖവാരിജികൾ, ISIS പോലെ, ദവായിഷുകൾ, അങ്ങനെയുള്ള അൽ ഖായിദയെ പോലെയൊക്കെയുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, അവർക്ക് ഈ ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ മര്യാദകൾ എന്താണെന്ന് അറിയില്ല. ഇസ്ലാം ജിഹാദിന് നൽകുന്ന പ്രാധാന്യവും അതിന്റെ അഹ്കാമുകളും എന്താണെന്ന് ഒരു ഫിഖ്ഹിന്റെ കിതാബ് വെച്ചിട്ട് അവരിൽ ഒരാളും പഠിച്ചിട്ടുണ്ടാവുകയില്ല. അവർ വിചാരിക്കുന്ന അവർക്കിങ്ങനെ ആൾക്കാരോട് ദേഷ്യമുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെ എടുത്ത് പൊട്ടിക്കുക, ഇങ്ങനെ എന്തൊക്കെയാണ് ജിഹാദ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളാണ് അവരിൽ പലരും. അവർ ഇസ്ലാമിനോട് യാതൊരു ബന്ധവും അവർക്കില്ല. ഇത്തരത്തിലുള്ള ഒരു മര്യാദകളും സഹോദരങ്ങളെ അവർക്ക് പലപ്പോഴും അറിയില്ല. കാരണം അവർ മുസ്ലിമീങ്ങളുടെ രക്തത്തിന് പോലും പ്രാധാന്യം നൽകാത്ത ആളുകളാണ്. മുസ്ലിമീങ്ങളുടെ രക്തത്തിന് പോലും പ്രാധാന്യം നൽകാത്ത, മുസ്ലിമീങ്ങളുടെ മസ്ജിദുകളിൽ പോലും ചെന്ന് ബോംബ് പൊട്ടിക്കുന്ന ആളുകളാണ് അവർ. കാരണം അവരോട് ബൈഅത്ത് ചെയ്യാത്ത ആളുകളൊന്നും മുസ്ലിമീങ്ങളല്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്ന ഷിയാക്കളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം കുഫാറുകളോട് പോലും, അവിശ്വാസികളോട് പോലും, ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോലും ഒരു വഞ്ചനയും കാണിക്കാൻ പാടില്ല. മറിച്ച് വാഗ്ദാനവും അതുപോലെ തന്നെ കരാറുകളുമൊക്കെ പാലിക്കും എന്ന രൂപത്തിലാണ് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. ധാരാളം ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നകും ഇൻ തുഖ്ഫിറൂ ദിമമകും വദിമ്മത അസ്ഹാബികും അഹ്വനു മിൻ അൻ തുഖ്ഫിറൂ ദിമ്മത്തല്ലാഹി വദിമ്മത നബിയിഹി. കാരണം നിങ്ങൾ നൽകിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നൽകിയ കരാറുകൾ ലംഘിക്കപ്പെടുന്നതാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ നിങ്ങൾ നടത്തിയ കരാറുകൾ ലംഘിക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും ചെറുത്, അതിനേക്കാൾ നിസ്സാരമായത് അതാണ്. നിങ്ങളുടെ പേരെ പോവുകയുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ പേരെ പോവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കരാറ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഇത്തരം ഘട്ടങ്ങളിൽ പറയാൻ പാടില്ല. പൊതുവായ ഹുക്കുമാണ്, അള്ളാഹുവിന്റെ പേരിൽ കരാർ ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മറ്റൊരു അടിസ്ഥാനം പറയുന്നു. രണ്ട് വലിയ ഷർറുകൾ വരുന്ന സമയത്ത് ഏറ്റവും ചെറിയ ഷർറിനെ സ്വീകരിക്കുക എന്നുള്ള കാര്യം. കാരണം കരാറ് ലംഘിക്കപ്പെടുക എന്നുള്ളത് ആരും പാടില്ല. പക്ഷേ അഥവാ ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ അത് എന്റെ പേരിലുള്ള കരാർ ലംഘിക്കപ്പെടുന്നതായാൽ മതി, അള്ളാഹുവിന്റെ പേരിലുള്ള കരാറ് ലംഘിക്കപ്പെടുന്നത് പാടില്ല എന്നതിന് വേണ്ടിയിട്ടാണ് അവനവന്റെ പേരിൽ എടുത്തത്. അല്ലാതെങ്കിൽ രണ്ടും കരാർ ലംഘിക്കുക എന്നുള്ളത് ആരുടേതായ പേരിലായാലും പാടില്ലാത്തതാണ്, സ്വന്തം പേരിലായാലും അള്ളാഹുവിന്റെ പേരിലായാലും പാടില്ലാത്തതാണ്. പക്ഷെ അഥവാ എങ്ങാനും അത് ലംഘിക്കപ്പെട്ടാൽ അത് അവനവന്റെ പേരിലാണ് എങ്കിൽ അതിന് ഷർറ് കുറവാണ്, അതിന് തെറ്റ് ചെറുതാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറഞ്ഞു എന്ന് കാണാം. وإذا حاصرت أهل حصن فأرادوك أن تنزلهم على حكم الله فلا تنزلهم ولكن أنزلهم على حكمك. നേരത്തെ പറഞ്ഞതിന്റെ ഒരു വിശദീകരണമാണ്. അതായത് നിങ്ങൾ അങ്ങനെ കോട്ടയിൽ അവരെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവർ പുറത്തിറങ്ങണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ പുറത്തിറക്കണമെന്ന് അവർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിന്റെ ഹുക്ം അനുസരിച്ച് നിങ്ങൾ ഇറക്കേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ ഒരു വിധിപ്രകാരം ഇറക്കിയാൽ മതി, നിങ്ങളുടെ തീരുമാനപ്രകാരം ഇറക്കിയാൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ തീരുമാനപ്രകാരം ഇറക്കിയാൽ മതി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക ലാ തദ്രി അതുസീബു ഫീഹിം ഹുക്മല്ലാഹി അം ലാ. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ ഹുക്മ പ്രകാരമാണ് ഇറക്കി, അതിനുശേഷം അള്ളാഹുവിന്റെ ഹുക്മ തന്നെയാണോ അവിടെ പാലിക്കപ്പെടുക, അത് തന്നെയാണോ അവിടെ നിശ്ചയിക്കപ്പെടുക, സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് അറിയുകയില്ല. ചിലപ്പോൾ അത് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഹുക്മിനെ ആളുകൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് സഹോദരങ്ങളെ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് കരാർ, അള്ളാഹുവിന്റെ പേരിൽ കരാർ ചെയ്യാൻ പാടില്ല എന്ന വിഷയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുദീർഘമായ ഹദീസ് അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫായിദകൾ ഉണ്ടായത് കൊണ്ടായിരിക്കണം. കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ ഇസ്ലാം എത്രമാത്രം പരിശുദ്ധമായിട്ടാണ് അങ്ങനെ യുദ്ധം ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ പോലും യുദ്ധം ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ രക്തം ചൊരിച്ചൽ ഉണ്ടാക്കുക ഇസ്ലാമിന്റെ യുദ്ധത്തിന് യാതൊരു അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ദഅവത്ത് നടത്തുന്നത്? കാരണം അവിടെ എത്തി യുദ്ധത്തിന്റെ എല്ലാ സന്നാഹങ്ങളുമായി അവിടെ മുമ്പിൽ എത്തിയതിനു ശേഷവും അവരോട് പിന്നെയും പറയാം ഇസ്ലാമിലേക്ക് വരാം,
എന്ന് വീണ്ടും പറയുന്നതാണ്. അവരെ കൊല്ലാനാണെങ്കിൽ ദൂരത്തുനിന്ന് തന്നെ അങ്ങ് ആക്രമിച്ചില്ലാതാക്കിയാൽ മതിയായിരുന്നു. ഇല്ല, മറിച്ച് അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ വരാൻ തയ്യാറായിരിക്കും. പക്ഷേ ചില ആളുകൾ അവർ തടസ്സമായി നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള തടസ്സമായി ചില ആളുകൾ നിൽക്കുകയാണ്. ആ തടസ്സങ്ങളെ നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക യുദ്ധത്തിലാണ് ഏറ്റവും കുറഞ്ഞ ആളുകൾ മരണപ്പെടുന്നത്. യുദ്ധം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന് ശേഷം ഉണ്ടായ ഒരു കാര്യമൊന്നുമല്ല. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന യുദ്ധത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളുമല്ല. ബാക്കിയുള്ള മനുഷ്യരായ ആളുകൾ തന്നെ, മനുഷ്യരാശി തന്നെ ധാരാളക്കണക്കിന് യുദ്ധങ്ങൾ അതിനു മുമ്പും ശേഷവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് മുമ്പും ശേഷവും ഒക്കെ നടത്തിയിട്ടുണ്ട്. ശേഷം തന്നെ നടത്തിയ എത്രയോ യുദ്ധങ്ങൾ നമുക്കറിയാം. കുരിശുദ്ധങ്ങൾ പോലെ, ലോകമഹായുദ്ധങ്ങൾ പോലെ ധാരാളം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ നരനായാട്ടുകൾ, അങ്ങനെയുള്ള ധാരാളം യുദ്ധത്തിൽ സഹോദരങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരു കാരണവുമില്ലാതെ, ഒരു നിയമം പാലിക്കപ്പെടാതെ ചുട്ടുകൊല്ലുന്ന രീതിയാണ് യുദ്ധങ്ങളിലുള്ളത്. എന്നാൽ ഇസ്ലാമിക യുദ്ധങ്ങൾ അതിനു വേണ്ടിയല്ല. ഇസ്ലാമിക യുദ്ധങ്ങൾ ആളുകൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു ദഅവത്തിന്റെ മാർഗമായി, വഴിയായി സ്വീകരിക്കുന്നതാണ്. ഇസ്ലാമിലേക്ക് ആളുകൾക്ക് കടന്നു വരാനുള്ള വഴിയായി സ്വീകരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് എളുപ്പമുണ്ടാക്കി നൽകുക, അങ്ങനെ മര്യാദയോടുകൂടി അവർക്കത് പ്രവേശിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാമിക യുദ്ധം എന്നുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. അതിനുശേഷം അടുത്ത അധ്യായം ബാബു മാ ജാഅ ഫിൽ ഇഖ്സാമി അലല്ലാഹ്, സത്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ സത്യം ചെയ്യുന്നത് പല രൂപത്തിലുണ്ട്. അതായത് അള്ളാഹു വല്ലാഹി എന്ന് പറഞ്ഞ് നമ്മൾ സത്യം ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്, മറിച്ച് അള്ളാഹു അങ്ങനെ ചെയ്യുകയില്ല സത്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ കുറിച്ചിട്ട് ഇവൻ സത്യം ചെയ്ത് പറയുന്ന രീതിയാണത്. അത് 3 തരത്തിലുള്ള സത്യം ചെയ്യലുകളുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലോ സുന്നത്തിലോ അള്ളാഹു ഇങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ ചെയ്യുകയില്ല എന്നൊരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ സത്യം ചെയ്ത് പറഞ്ഞാൽ അത് അനുവദനീയമായ കാര്യമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, വല്ലാഹി അള്ളാഹു മുശ്രിക്കിന് പുറത്തു കൊടുക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് സത്യമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുക. എപ്പോൾ? മരണപ്പെട്ട് കഴിഞ്ഞ ഒരു മുശ്രിക്കാണെങ്കിൽ ഞാൻ പറയും, ഇന്ന മുശ്രിക്കിന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കിന് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരാൾ അള്ളാഹുവിലുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയും അതുപോലെ അള്ളാഹുവിന്റെ ഔദാര്യത്തിലുള്ള ആ ഒരു യഖീനും കാരണത്താൽ ചിലർ പറയും. അത് അള്ളാഹുവിന്റെ വിധിയോട് ഒരു എതിരിട്ടുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന് അങ്ങേയറ്റം പ്രതീക്ഷയാണ്. ഒരാൾ പറയും, വല്ലാഹി അള്ളാഹു ഇങ്ങനെ മുസ്ലിമീങ്ങളെ ഈ രൂപത്തിൽ ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളെ ഇങ്ങനെ ചെയ്യുകയില്ല എന്ന് ഞാൻ ഒരാൾ സത്യം ചെയ്ത് പറയാം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും ഔദാര്യവാനാണ്. അള്ളാഹുവിൽ അങ്ങേയറ്റ പ്രതീക്ഷ കൊണ്ട് ഒരാൾ പറയുന്നതാണ് എങ്കിൽ അതും കുഴപ്പമില്ല എന്നാണ്. അതിനൊരു തെളിവായി കൊടുത്തത് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റുബൈ ബിൻത് നദർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ഒരിക്കൽ അവരുടെ അടിമ സ്ത്രീയെ എന്തോ രൂപത്തിൽ ശകാരിക്കുന്ന സമയത്ത് അവരുടെ പല്ല് കൊഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. അത് അടിമ സ്ത്രീയുടെ പല്ല് പോയി. അപ്പോൾ അവർ അതിനുവേണ്ട ബ്ലഡ് മണി, അതിനുവേണ്ട പകരം കൊടുക്കേണ്ട പണം ആവശ്യപ്പെട്ടു. അപ്പോൾ മാപ്പാക്കിയാൽ മതിയോ എന്നുള്ള കാര്യമാണ് ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവരെത്തി. അവർ ഖിസാസ് വേണം, അതായത് പല്ലിന് പകരം പല്ല് അത് തന്നെ വേണം എന്ന കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ അനസ് ബിൻ നദറിന്റെ മറ്റൊരു മകനാണ് അനസ്. അയാൾ പറഞ്ഞു, അതുക്സറു സനിയത്തു റുബൈ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റുബൈന്റെ പല്ല് പകരം പൊട്ടിക്കുമോ? ലാ വല്ലദി ബഅസക ബിൽ ഹഖ് ലാ തുക്സറു സനിയതുഹാ, താങ്കളെ നിയോഗിച്ച അള്ളാഹു തന്നെ സത്യം, അവരുടെ പല്ല് പൊട്ടുകയില്ല. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അയാളുടെ ആശയാണ്, അതായത് ഇതിനൊരു അഫ്വ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കുകയില്ല. അങ്ങനെ അള്ളാഹുവിൽ അങ്ങേയറ്റം പ്രതീക്ഷ വെച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹു ചെയ്യുകയില്ല എന്നൊരാൾ പറയുകയാണ് എങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഇന്ന മിൻ ഇബാദില്ലാഹ്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. അള്ളാഹു അങ്ങനെ ചെയ്യുകയില്ല, അള്ളാഹു ഇങ്ങനെ ചെയ്യുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ആ ഒരു പ്രയാസം
ചെയ്യും. അതായത് ഒരാൾ വല്ലാഹി അള്ളാഹു എന്നെ കൈവിടുകയില്ല എന്നൊരാൾ അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്ത് പറയാം, അള്ളാഹു എന്നെ കൈവിടുകയില്ല തീർച്ചയാണ്, ആ രൂപത്തിലേക്ക് ഒരാൾ സത്യം ചെയ്ത് പറയുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ചില അടിമകൾക്ക് അവരുടെ അത്രയും നല്ലവരാണ് എങ്കിൽ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും എന്ന് കാണാം. അവിടെ ചുരുക്കം ഇങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ട് സത്യം ചെയ്താൽ അതും തെറ്റല്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് ഗൈബിയായ ഒരു കാര്യം, അത് അറിവില്ലാതെ അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്ത് പറയുക എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരാൾ പറയുന്നു അള്ളാഹു ഒരിക്കലും ഇന്നയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നൊരാൾ പറയുക. ഒരാൾ ഒരുപാട് തിന്മകൾ ചെയ്ത് കണ്ടപ്പോൾ മറ്റൊരാൾ പറഞ്ഞു അയാൾ ആ തിന്മ ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പേരിൽ അവൻ സത്യം ചെയ്ത് പറയുകയാണ്. ഇതാണ് പറയുന്നത് ഹറാമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. അതിനൊരു കാഫിറിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും ഒരാൾ പറയണം അള്ളാഹു അവനെ നരകത്തിലിട്ട് കരിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട, ഇയാൾ ജീവനോടെ ഇരിക്കുന്ന ആളാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ അയാളുടെ അവസാന കാലഘട്ടത്തിൽ അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള അവസ്ഥ നൽകിയേക്കാം. അപ്പൊ അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ഒരാളെ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഗൈബിയായ ഒരു കാര്യമാണ് എങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് അങ്ങനെ പറയരുത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അൻ ജുൻദുബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ, ജുൻദുബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല റജുൽ, ഇതൊരു ബനു ഇസ്രായേലിൽ നടന്ന സംഭവമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖാല റജുൽ, ഒരാൾ പറഞ്ഞു വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, ഒരാൾ പറയുകയാണ് മറ്റൊരാളോട് അള്ളാഹു ഇന്നയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല. ഈ രണ്ടാളുകളിൽ ഒരാൾ നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് എന്ന് ഹദീസിൽ കാണാം. ഒരാൾ നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, മറ്റേയാള് മുവഹിദ് തന്നെയാണ്, പക്ഷെ ഒരുപാട് തിന്മകളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു ഈ നല്ല ഇബാദത്ത് ചെയ്യുന്ന വ്യക്തി മറ്റേയാളെ കുറിച്ച് പറഞ്ഞു, അയാളുടെ തിന്മകളുടെ ആധിക്യം കാരണത്താൽ പറഞ്ഞതാണ് വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല ഉറപ്പാണ് എന്ന് ഇയാൾ സത്യം ചെയ്ത് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞു. അപ്പോൾ അള്ളാഹു തആല ചോദിച്ചു എന്നാണ്, فقال الله عز وجل من ذا الذي يتألى علي ألا أغفر لفلان, ആരാണ് ഞാൻ ഇന്നയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് എന്റെ പേരിൽ പറയാൻ ധൈര്യപ്പെട്ടത് ആരാണ്? ഇന്നി ഖദ് ഗഫർതു ലഹു, അവന് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. വഅഹ്ബത്തു അമലക്, ഈ പറഞ്ഞ വ്യക്തിയുടെ അമൽ ബാത്തിലാക്കിയിരിക്കുന്നു, അയാളെ നരകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ എത്ര വലിയ തിന്മകളിൽ ഒരാൾ മുഴുകുന്നത് കണ്ടാലും നമ്മൾ അയാൾ നരകത്തിലായിരിക്കുമെന്നോ അല്ലെങ്കിൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നോ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാരണം നമുക്ക് ഗൈബിയായ കാര്യമാണ്, അതിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയാൻ പാടില്ല. ഇവിടെ പറയുന്ന അമലുകൾ പൊളിഞ്ഞു പോകുന്ന അമലുകൾ പൊളിഞ്ഞു പോകുന്ന രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മുഴുവൻ അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യമുണ്ട്, കുഫറോ ഷിർക്കോ ഒക്കെ സംഭവിച്ചാൽ മുഴുവൻ അമലും പൊളിഞ്ഞു പോകുന്ന കാര്യമാണ്. ഇനി അവൻ ചെയ്യുന്ന അമൽ പൊളിഞ്ഞു പോകുന്ന കാര്യമുണ്ട്. സദക്ക ചെയ്ത് ഒരാൾ എടുത്തു പറഞ്ഞാൽ, അതിന്റെ പേരിൽ മറ്റൊരാളെ ഉപദ്രവിച്ചാൽ, റിയാഗ് കാണിച്ചാൽ ആ അമല് പൊളിഞ്ഞു പോകും. നിസ്കരിക്കുന്ന സമയത്ത് റിയാഗ് കാണിച്ചാൽ ആ നിസ്കാരമാണ് പൊളിഞ്ഞു പോവുക, മുഴുവൻ നിസ്കാരങ്ങളോ മുഴുവൻ അമലുകളോ അല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യമുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് ആ അമലാണ് എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു ഷിർക്കോ കുഫ്രോ അല്ല, ഷിർക്കോ കുഫ്രോ ആയ കാര്യമല്ല. എന്നാൽ അതുപോലെ തന്നെ ഇയാൾ നരകത്തിൽ ശാശ്വതനാണ് എന്നും ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഇയാൾ നരകത്തിൽ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ശാശ്വതനായി എന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ നരകത്തിലേക്ക് പോകാൻ മാത്രം കാരണമാകുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു വാക്ക്. അല്ലാഹു തആലയെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുന്ന വാക്ക് വളരെ ഗൗരവമാണ്. അതുകൊണ്ട് ചില വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു അക്രമിയായ ഭരണാധികാരി നമ്മൾ ചിന്തിക്കുക, നമ്മൾ പറയാണ് അയാളുടെ അക്രമം അങ്ങേയറ്റം കണ്ടപ്പോൾ നമ്മൾ പറയാം വല്ലാഹി ഇയാൾ നരകത്തിൽ ചുട്ട് എരിയുക തന്നെ ചെയ്യും എന്ന് നമ്മൾ സത്യം ചെയ്ത് പറഞ്ഞാലോ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം നമുക്ക് അയാളുടെ ഉറപ്പുണ്ടാകും, ശത്രുത ഉണ്ടാകും, നമുക്ക് അങ്ങേയറ്റം ദേഷ്യം ഉണ്ടാകും, വേണ്ടതാണ്. പക്ഷേ ഈ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. കാരണം ഗൈബിയായ കാര്യമാണ്, നമുക്കറിയാത്ത കാര്യമാണ്. അത് അള്ളാഹു ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അമലിൽ നമ്മളല്ല തീരുമാനിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ മരിക്കുന്നതിന്റെ തലേ ദിവസം അയാളെ മുസ്ലിമാക്കാം, അയാളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കാം. ചരിത്രത്തിലുണ്ടായ സംഭവം തന്നെയാണ്. ഇങ്ങനെ ധാരാളം ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കൾ, ബദ്ധവൈരികൾ പിന്നീട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് കാണാൻ സാധിക്കും. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ പോരാടിയ ആളുകൾ, ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ പോരാടിയ ആളുകൾ പിന്നീട് നമ്മൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബികളായി തീർന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത്ര ഒന്നും ഇത് വരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ശേഷം കാണാം വഫി ഹദീസ് അബി ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതേ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ പറയുന്നു അനിൽ ഖാഇൽ റജുൽ ആബിദ്, ഈ പറഞ്ഞ വ്യക്തി ഒരു നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ് എന്ന് കാണാൻ സാധിക്കും. സാധാരണക്കാരൻ പോലും അല്ല പറഞ്ഞത്. ഇബാദത്ത് ചെയ്യുന്ന ആൾക്ക് പോലും ചിലപ്പോൾ അറിവില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവരുടെ വായിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൽമു വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന ആളായിരിക്കും,
കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആളായിരിക്കും, ഹജ്ജ് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ ഇൽമില്ലെങ്കിൽ ഇതേപോലെ സംസാരങ്ങൾ സംസാരിച്ച് അതൊക്കെ പൊളിഞ്ഞു പോകുന്ന നരകത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇൽമ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഖാല അബൂ ഹുറൈറ, ഇതിനെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി, അദ്ദേഹം പറയാണ്, തകല്ലമ ബികലിമ ഔബഖത് ദുനിയാഹു ആഖിറതഹു. അയാൾ ഒരു വാക്കാണ്, ഒരു പദപ്രയോഗമാണ് അയാൾ നടത്തിയത്. ഔബഖത് ദുനിയാഹു ആഖിറതഹു, അവന് ദുനിയാവും ആഖിറത്തും ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിവില്ലായ്മയാണ്, പിന്നെ അശ്രദ്ധയാണ്. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്നാണ്. ശേഷമുള്ള അധ്യായം ബാബുൻ ലാ യുസ്തശ്ഫഉ ബില്ലാഹി അലാ ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുപാർശകനാക്കാൻ പാടില്ല എന്നാണ്. അല്ലാഹു തആലയോട് ആളുകൾ അങ്ങോട്ട് ശുപാർശ പറയുകയാണ് ചെയ്യുക. അള്ളാഹു ഒരാളോട് ശുപാർശ പറയുകയില്ല. അള്ളാഹുവിനെ ശുപാർശകനാക്കിക്കൊണ്ടുള്ള പറയൽ, അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുത്തിട്ട് ഇങ്ങനൊരു അധ്യായം കൊടുത്തത്. അള്ളാഹു താല ഞാനിതാ താങ്കൾക്ക് ശുപാർശകനാക്കിയിരിക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരു അറാബി അങ്ങനെ പറഞ്ഞതാണ് വിഷയം. ഹദീസ് വായിക്കാം. അള്ളാഹുവെ ഞാനിതാ താങ്കളുടെ അടുക്കൽ ശുപാർശനാക്കി ചോദിക്കുന്നു. അപ്പൊ അള്ളാഹ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം നല്ല ചോദ്യമായിരിക്കുമെന്ന് ധാരണയിലായിരിക്കും ഈ വ്യക്തി ചോദിച്ചത്. പക്ഷെ അള്ളാഹുവിനെ ശുപാർശകനാക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 3 അബദ്ധങ്ങൾ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വിലക്ക് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ശുപാർശ ചെയ്യുന്നവർ പൊതുവെ സ്വന്തമായിട്ട് ആ ഖൈർ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ആളായിരിക്കും. അല്ലെങ്കിൽ അയാളോട് തന്നെ ചോദിച്ചാൽ പോരെ. മന്ത്രിയോട് രാജാവിന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ പോയി പറയുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രിക്ക് അത് സ്വന്തമായി ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇത് പറഞ്ഞിട്ട് രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. മന്ത്രി സ്വന്തമായി കഴിവ് കുറഞ്ഞ ആളാണ്. നൗദുബില്ല. അപ്പൊ അള്ളാഹു താലയെ ശുപാർശകനാക്കുന്നവൻ അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. വേറെ ആളാണ് ചെയ്തു തരേണ്ടത്. അള്ളാഹു ഒരു ശുപാർശകനായി തീരുക എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നം അതിലുണ്ട്. രണ്ടാമത്തേത്, മൻസിലത്തും കുറവാണ്, സ്ഥാനം കുറവാണ്. അല്ലെ, എപ്പോഴും ശുപാർശ ചെയ്യുന്നയാള് ശുപാർശ ചെയ്യപ്പെടുന്ന ആളുകളെക്കാളും സ്ഥാനം കുറവല്ലേ? രാജാവിനേക്കാളും സ്ഥാനം കുറവാണ് മന്ത്രിക്ക്. അല്ലെങ്കിൽ അതുപോലെയുള്ള ആരുമാകട്ടെ, അത് ആരാണോ ശുപാർശ ചെയ്യുന്ന അയാൾക്ക് സ്ഥാനം കുറവായിരിക്കും. പക്ഷെ അടുപ്പമുണ്ട് എന്നുള്ള കാരണത്താലാണ് ശുപാർശ ചെയ്തു തരുന്നത്. മൂന്നാമത്തെ കാര്യം, ശുപാർശകൻ ചോദ്യം ചോദിക്കുന്നവനാണ്. അള്ളാഹു ചോദ്യം ചോദിക്കുന്നവനല്ല, മറിച്ച് അള്ളാഹുവിനോടാണ് കാര്യങ്ങൾ ചോദിക്കപ്പെടുക. ശുപാർശകൻ അങ്ങോട്ട് പോയി ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ശുപാർശകനാക്കുക എന്ന് പറയുന്നൊരു വാക്ക് സഹോദരങ്ങൾ എത്രയും ഗൗരവമുള്ള വാക്കാണ്. ആ ഹദീസ് വായിക്കാൻ, അൻ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ഖാൽ, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ അഅറാബിയുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരു അറാബി ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് നുഹിക്കത്തിൽ അംഫുസ് വജാഅൽ അയാൽ വഹലകത്തിൽ അംവാൽ. ഇതാ ഞങ്ങളുടെ ആളുകളൊക്കെ വിവശരായിട്ടുണ്ട്, എല്ലാവരും ക്ഷീണിതരായിട്ടുണ്ട്. വജാഅൽ അയാൽ, കുടുംബങ്ങളും മറ്റുമൊക്കെ പട്ടിണിയിലായിട്ടുണ്ട്. വഹലകത്തിൽ അംവാൽ, സമ്പത്തൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ട്. ഫസ്തസ്ഖിലനാ റബ്ബക്, അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി തേടണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 രൂപത്തിൽ മഴയ്ക്ക് വേണ്ടി തേടിയിട്ടുണ്ട്. ഒന്ന് മിമ്പറിൽ തന്നെ ദുആ ചെയ്ത് തേടിയ സംഭവം നമുക്കറിയാം, ഉടനെ മഴ പെയ്തത്. അതുപോലെ തന്നെ സലാത്തുൽ ഇസ്തിസ്ഖാ നടത്തിയിട്ടും മഴയ്ക്ക് വേണ്ടി നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നബി നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം വന്ന് ചോദിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഫഇന്നാ നസ്തശ്ഫിഉ ബില്ലാഹി അലൈക്, ഇതാ അള്ളാഹുവിനെ ഞാനിതാ താങ്കൾക്ക് ശുപാർശകനാക്കി ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹുവിനെ ഞാൻ ശുപാർശകനാക്കുകയാണ്. അള്ളാഹു താങ്കളോട് ശുപാർശ ചെയ്യുമെന്ന് പറയുന്നത് പോലെയാണ്. വബിക അലല്ലാഹ്, അതുപോലെ താങ്കൾ അള്ളാഹുവിന്റെ അടുക്കലും ഞങ്ങൾക്ക് വേണ്ടി ശുപാർശകനാകണം. അത് ജീവിത കാലഘട്ടത്തിൽ അനുവദനീയമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഒരു ശുപാർശയാണത്. താങ്കൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് ഒരു ശുപാർശയാണ്. നേരിട്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യമാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഈ ഭാഗമൊക്കെ എടുത്തിട്ട് ഇതാ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമസ്തക്കാരും ആ രൂപത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരും. കാരണം അപ്പൊ നോക്കുമ്പോൾ ഹദീസിൽ കാണുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവം? നേരെ അടുത്ത് വന്ന് ചോദിക്കുന്ന വിഷയമാണ് ഇത്. നോക്കണം സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന വാക്ക് എന്താണ്? അള്ളാഹുവിനെ ശുപാർശകനാക്കുക എന്നൊരു വാക്കാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടാൻ ഇത് പാടില്ല. ഇന്ന പ്രശ്നങ്ങൾ അതിൽ ഗോപ്യമായി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കാരണത്താലാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വാക്കിനോട് പോലും എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് തസ്ബീഹ് ചൊല്ലുകയാണ്. അതായത് എന്താണ് തസ്ബീഹിന്റെ അർത്ഥം? ഇങ്ങനെയുള്ള ന്യൂനതകളൊന്നും അള്ളാഹു താലക്കില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് ഇങ്ങനെയുള്ള യാതൊരു ന്യൂനതകളുമില്ല. അള്ളാഹുവിനെ ശുപാർശകനാക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി പറയാണ്, ഫമാ സാല യുസബ്ബിഹു ഹത്താ ഉരിഫ ദാലിക ഫീ വുജൂഹി അസ്ഹാബിഹി. 2 പ്രാവശ്യമല്ല പറയുന്നത്, അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ സഹാബികളുടെ മുഖത്ത് പോലും ആ പ്രയാസം കാണുമാറായിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് അത് പറഞ്ഞതെന്ന് സഹാബികൾക്ക് മനസ്സിലായി. സഹാബികളുടെ മുഖം പോലും മാറാൻ തുടങ്ങി. അത്രയും ഗൗരവമാണ്. സുമ്മ ഖാൽ വൈഹക് അതദ്രി മല്ലാഹ്, നിനക്ക് നാശം,
നിനക്കറിയില്ല അള്ളാഹു ആരാണെന്ന് അറിയുകയില്ലേ? ഇന്ന ഷഅന അല്ലാഹി അഅ്ലമു മിൻ ദാലിക്, അള്ളാഹുവിന്റെ കാര്യം നീ പറഞ്ഞതിനേക്കാൾ വലുതാണ്. ഇന്നഹു ലാ യുസ്തശ്ഫഉ ബില്ലാഹി അലാ അഹദി മിൻ ഖൽഖി, അള്ളാഹു ഒരാളെ ശുപാർശകനായി വരിക, ഒരു പടപ്പിനോട് അള്ളാഹു ശുപാർശ ചെയ്യുക, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ശുപാർശകനാക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് എന്തുകൊണ്ടാണ് തെറ്റ്? അതിന് 3 കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷമുള്ള അധ്യായം ബാബു മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിമത്ത് തൗഹീദ് വസദ്ദിഹി തുറഖ് അശ്ശിർക്ക്. ഇതേ പേരിൽ കിതാബ് തൗഹീദിൽ മറ്റൊരു അധ്യായം കടന്നുപോയിട്ടുണ്ട്. ഈ പേരിൽ 2 അധ്യായം കിതാബ് തൗഹീദിലുണ്ട്. ഈ അധ്യായം എന്ന് പറയുന്നത് ബാബു മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിമത്ത് തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ അതിർവരമ്പിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായം. വസദ്ദിഹി തുറഖ് അശ്ശിർക്ക്, ഷിർക്കിലേക്ക് എത്തുന്ന വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടിയടക്കുന്നു എന്നറിയിക്കുന്ന അധ്യായമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് 2 അധ്യായങ്ങൾ കിതാബ് തൗഹീദിൽ ഒരേ പേരിൽ നൽകിയിട്ടുള്ളത്? പണ്ഡിതന്മാർ 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആവർത്തനം തന്നെയാണ്. കാരണം ഷിർക്ക്, അതിനെതിരെ താക്കീത് ചെയ്യുക, തൗഹീദിന്റെ അതിർവരമ്പുകൾ സംരക്ഷിക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ദഅവത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ രീതി പിൻപറ്റുന്ന ഏതൊരാൾക്കും ഷിർക്കും തൗഹീദും പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ആ നിലക്ക് മാതൃകയുള്ള കാര്യമാണ്. എന്നാൽ രണ്ടാമതായി പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി മനസ്സിലാക്കുന്നത്. രണ്ടാമതായി പറഞ്ഞ അഭിപ്രായം 3 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരേ പേരിൽ 2 അധ്യായങ്ങൾ വന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും, അവിടെ തൗഹീദ്, നിർബന്ധമായ തൗഹീദ് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. തൗഹീദിന്റെ സാക്ഷാത്കാരം അത് പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ തൗഹീദിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിൽ പറയുന്ന തെളിവുകളെല്ലാം തന്നെ. അതായത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ തൗഹീദ് പുറത്തു പോവുകയില്ല, പക്ഷെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാത്രമല്ല കിതാബ് തൗഹീദിന്റെ അവസാന ഭാഗം മുഴുവനും തൗഹീദിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. നേരത്തെ സംസാരിച്ച ഭാഗങ്ങളിൽ മൊത്തം തൗഹീദ്, നിർബന്ധമായ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തതിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നേർക്കുനേരെ തൗഹീദാണ്. രണ്ടാമത്തതിൽ പറഞ്ഞത് തൗഹീദിന്റെ അതിർവരമ്പുകൾ സംരക്ഷിക്കുന്ന കാര്യമാണ്. അവിടെ തൗഹീദ് തന്നെ സംരക്ഷിക്കുന്ന കാര്യമാണ് പറയുന്നത്. കാരണം ഷിർക്ക് സംഭവിക്കുന്ന വാക്കുകളും മറ്റുമൊക്കെയാണ് പറയുന്നത്. ഇത് അതിന്റെ അതിർവരമ്പുകളാണ്. അതായത് ഈ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടാലും തൗഹീദ് നഷ്ടപ്പെടുകയില്ല, പക്ഷേ ഷിർക്കിലെത്താൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അവിടെ പറഞ്ഞത് അത് പ്രവർത്തനങ്ങളിലുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ സംസാരങ്ങളിലുമായി ബന്ധപ്പെട്ട തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരേ പേരിൽ രണ്ടാമതൊരു അധ്യായം കൊണ്ടുവന്നത് എന്നാണ്. ഇതിലുള്ള തെളിവുകൾ വായിക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ച്, നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട ആളുകളാണ് വരുന്നത്. അതിനു മുമ്പ് തന്നെ ഹിജ്റ 9-ാം വർഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളാണ്. അദ്ദേഹം പറയുന്നു, ഇൻതലഖ്തു ഫീ വഫ്ദി ബനി ആമിർ, ബനു ആമിർ ഗോത്ര സംഘത്തിന്റെ ഒപ്പം ഞാൻ പുറപ്പെട്ടു. ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഞാൻ പുറപ്പെട്ടു. ഫഖുൽന, അപ്പോ അതിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. ആ പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ പറഞ്ഞു, അൻത സയ്യിദുനാ, താങ്കൾ ഞങ്ങളുടെ നേതാവാണ് എന്നാണ് പറഞ്ഞത്. താങ്കൾ ഞങ്ങളുടെ നേതാവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാൽ അസ്സയ്യിദു അല്ലാഹു തബാറക വ തആല, അസ്സയ്യിദ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സയ്യിദാണ്, നേതാവാണ്. അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഈ ആളുകളോട് അസ്സയ്യിദ് അല്ലാഹു തബാറക തആല, ഞാൻ സയ്യിദ് അല്ല എന്ന് പറയുന്നില്ല അല്ലേ, ഞാൻ സയ്യിദ് അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അസ്സയ്യിദ് അല്ലാഹു തബാറക തആല എന്ന് പറയാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇവർ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. ഇവരുടെ ഈ സംസാരത്തിൽ ഒരു പരിധി വിടൽ, ഒരു ഗുലുവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ തൗഹീദിനെ കുറിച്ച് നന്നായി പഠിക്കാത്ത, അറിവ് കുറഞ്ഞ ആളുകൾക്ക് ഗുലുവ് ഉണ്ടാവാനുള്ള സാധ്യത, അതിരുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അസ്സയ്യിദ് എന്ന് പറഞ്ഞാൽ അത് നിരുപാധികമായ യജമാനത്വം അല്ലാഹു തആലയ്ക്ക് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിന്റെയും യജമാനൻ, അല്ലാഹുവാണ്. എല്ലാത്തിന്റെയും യജമാനൻ അസ്സയ്യിദ് അല്ലാഹുവാണ്.
അപ്പോൾ അവരുടെ ആ ഒരു ഉലുവിനെ, അതിരുവിടലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. അതാണ് പറഞ്ഞത്, ഷിർക്കിലേക്ക് എത്തുന്ന വഴികൾ അവിടുന്ന് കൊട്ടിയടക്കുകയാണ്. ഷിർക്കിലേക്ക് എത്തുന്ന വഴി കൊട്ടിയടക്കുകയാണ്. ആ പറഞ്ഞ വാചകം അവർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവരുടെ സ്വരം, അവരുടെ ആ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും ഷിർക്കിലേക്ക് എത്താതിരിക്കാൻ അവിടുന്ന് കൃത്യമായ ഒരു അതിർവരമ്പ് സംരക്ഷിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ വാക്കാണ് നോക്കണം സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു പേര്, സയ്യിദ് എന്നുള്ള പേര് അവർ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെയുള്ള ആളുകൾ അങ്ങനെ ഒരു നിലക്കും ഒരു വിലയും ഇല്ലാത്ത ആളുകളെ എന്തൊക്കെ പേരുകളാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ പുകഴ്ത്തുകളാണ് അവരെത്തരത്തിലുള്ള ഔലിയാക്കൾക്കും ഔലിയാക്കലാണെന്ന് പറയുന്നവർക്കും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ താക്കീത് ചെയ്യുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം പറയാണ്, കുൽന, ഞങ്ങൾ പറഞ്ഞു, വഅഫ്ളലുന ഫദ്ലൻ, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ താങ്കളാണ്, വഅഅളമുന ഖൗലൻ, ഞങ്ങളിൽ ഏറ്റവും ഉദാരമായി, അതായത് തൗൽ എന്ന് പറഞ്ഞ നീളമാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളമായി നൽകുന്നവനെന്ന, ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന ആൾ, ഔദാര്യവാൻ താങ്കളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി പറഞ്ഞത്? ആ പുകഴ്ത്തുകൾ നടക്കട്ടെ എന്നല്ല, മദ്ഹല്ലേ നടക്കട്ടെ എന്നല്ല. അവിടുന്ന് പറഞ്ഞത്, ഖൂലു ബിഖൗലിക്കും ഔ ബഅദി ഖൗലിക്കും, നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞതിൽ ചിലത് പറയുക, അല്ലെങ്കിൽ കുറഞ്ഞ കാര്യം നിങ്ങൾ പറയുക. വലാ യസ്തജ്രിയന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു കൊടുക്കുകയാണ്. കാരണം അവരുടെ പരിധി വിടലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഗുണങ്ങൾ പോലും അവർ പറയുന്നത് സഹോദരങ്ങളെ ഒരു പരിധി വിടലാണ് എന്ന് തോന്നിയപ്പോൾ അവിടുന്ന് കൃത്യമായി താക്കീത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ മാല മൗലൂദുകൾ അവർക്ക് പാടാൻ കഴിയുന്നത്? എങ്ങനെയാണ് അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടെ നാവ് കൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും അങ്ങനെ പറയൽ അനുവദനീയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സയ്യിദാണെന്നുള്ള കാര്യം അതറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ നിങ്ങൾ സ്വഹാബികളെ പോലെ എടുത്തു നോക്കൂ, സഹാബികളിൽ ഒരു സ്ഥലത്ത് പോലും സ്വഹാബികൾ ഖാല സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരു ഹദീസ് റിവായത്ത് ചെയ്യുന്നില്ല. സ്വഹാബികൾക്ക് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനമില്ലേ? അല്ല, അങ്ങനെയാണ് ഇവിടെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് സയ്യിദ് കൂട്ടാതെ പറഞ്ഞാൽ അവരെന്തോ ബഹുമാനക്കേട് കാണിക്കുന്ന ആളുകളെ പോലെയാണ് അവരെ പരിചയപ്പെടുത്തപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഒരു ഹദീസ് പോലും ഖാല സയ്യിദുന എന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാ ഹദീസും എടുത്ത് നോക്കി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല അബുൽ ഖാസിം കുനിയത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം അവരാണ് ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ഏറ്റവും ഉൾക്കൊണ്ട ആളുകൾ, തൗഹീദ് ഏറ്റവും ഉൾക്കൊണ്ട ആളുകൾ അവരാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഗുലുവിലേക്ക് പോകുന്ന ഒരു വാക്കും അവരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അവരാണ് ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവർ. പക്ഷെ അവരിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകൾ പോലും സൂക്ഷ്മത്തൊക്കെ അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. സ്വഹാബികളുടെ മാർഗം സ്വീകരിക്കുന്നവരോടാണ് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വഅഫ്ളലുന ഫദ്ലൻ എന്ന് പറഞ്ഞു, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളാണ്. വഅഅളമുന ഖൗലൻ, ഞങ്ങളിൽ ഏറ്റവും അധികം ദാനം ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വസ്ഫുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞോളൂ, ചിലത് പറഞ്ഞോളൂ, നിങ്ങൾ ഒരിക്കലും പിശാച് എന്ത് ചെയ്യരുത്, പിശാച് ഒരിക്കലും നിങ്ങൾ വഴിതെറ്റിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ട് അങ്ങനെയാണ്. കാരണം പണ്ഡിതന്മാർ പറയുന്നു, പിശാചിന് ഭൂമിയിൽ ചില ദൂതന്മാരുണ്ട്, ചില എഴുത്തുകാരാണവർ, അല്ലെങ്കിൽ ചില കവികളാണവർ. അവർ ഈ രൂപത്തിലുള്ള പരിധി വിട്ട വാക്കുകൾ അവർ എഴുതിവിടും. അത് പിശാചിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. വല യസ്തജ്രിയന്നകും ശൈത്താൻ എന്നതിനൊരു വ്യാഖ്യാനം അതുണ്ട്. കാരണം പിശാചിന് ഭൂമിയിൽ അങ്ങനെയുള്ള ചില ദൂതന്മാരുണ്ട് എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ളത് ഈ മാല മൗലൂദുകളൊക്കെ എഴുതി ഓരോരുത്തരുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖബറിൽ കിടക്കുന്നുണ്ടാവും. ഇവനൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ സാലിഹാണെന്ന് പറയുന്ന ആളുകളുടെ പേരിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള മാല മൗലൂദുകളും മറ്റുമൊക്കെ പുകഴ്ത്തലുകളൊക്കെ എന്തൊക്കെ ഷിർക്കിന്റെ വാക്യങ്ങളാണ് അതിലുള്ളത്, എന്തൊക്കെ ഷിർക്കൻ വാചകങ്ങളാണ് അതിലുള്ളത്. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ആവേശത്തോടു കൂടി പറയുകയാണ്. പിശാചിന് ഇങ്ങനെയുള്ള ആളുകളെയാണ് വേണ്ടത്. കാരണം ഇത് സ്വീകരിക്കപ്പെടും, ഇതിൽ അങ്ങനെ ആളുകൾ ഒരുപാട് ആളുകൾ ഷിർക്കിലേക്ക് അത് മുഖേന പോകും. അതാണ് പിശാചിന് വേണ്ടത്. അതാണ് വലാ യസ്തജ്രിയന്നകും ശൈത്താൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നോക്കണം, ഇത്ര കൃത്യമായിട്ടാണ് അവിടുന്ന് പറഞ്ഞത്. അവസാനം കൊടുത്തൊരു ഹദീസ്, അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നാസൻ ഖാലു, ചില ആളുകൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യാ ഖൈറന വബ്ന ഖൈറന വയാ സയ്യിദന വബ്ന സയ്യിദിന. അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും നന്മയുള്ള ആളുകളെ, അതുപോലെ ഏറ്റവും നന്മയുള്ള ആളുടെ മകനെ, അതുപോലെ ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ നേതാവിന്റെ മകനെ. ഫഖാൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലു ബിഖൗലിക്കും, നിങ്ങൾ പറയുന്നത് പറഞ്ഞോളൂ, വലാ യസ്തഹ്വിയന്നകുമുശ് ശൈത്താൻ, പിശാച് ഒരിക്കലും നിങ്ങൾ വഴിതെറ്റിക്കാതിരിക്കട്ടെ. അന മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലു, ഞാൻ മുഹമ്മദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുന്ന ഒരാൾ പുകഴ്ത്തുന്ന ഏറ്റവും വലിയ വാക്ക് അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയലാണ്. കാരണം ഒരാൾ മറ്റൊരാളുടെ അടിമയാകുക എന്ന് പറയുന്നത് നിന്ദ്യതയാണ്, അള്ളാഹുവിൻ്റെത് ഒഴികെ ബാക്കി ആരുടെ അടിമയാണ് നമ്മൾ പറഞ്ഞാലും നിന്ദ്യതയാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്നത് ഇജ്ജത്താണ്. അപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ അടിമ എന്നുള്ള സ്ഥാനം ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അയാൾ അങ്ങേയറ്റം അള്ളാഹുവിന്റെ ഇബാദത്തിൽ ഉബൂദിയത്തിൽ പൂർത്തീകരിച്ച ആളാണ് എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന ഏറ്റവും വലിയ വാക്ക് അബ്ദ് എന്നുള്ള വാക്കാണ്. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പുകഴ്ത്താൻ ആഗ്രഹമുണ്ടോ, അവൻ മുഹമ്മദുൻ അബ്ദുല്ലാഹ് എന്ന് പറയട്ടെ, മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയട്ടെ. അതാണ് ഏറ്റവും മുന്തിയ വാക്ക്. അള്ളാഹു തആല അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. അബ്ദുല്ലാഹ് എന്ന് പറയുന്ന ഏറ്റവും പുകഴ്ത്തുന്ന വാക്ക് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്നാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. ഇസ്രാ നടത്തിയത് അസ്റാ ബിഅബ്ദിഹി, അവന്റെ അള്ളാഹുവിന്റെ അടിമയായ മുഹമ്മദിനെയും കൊണ്ട് ഇസ്രാ നടത്തി എന്ന കാര്യം അല്ലാഹു തആല പറയുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല അബ്ദ് എന്നുള്ള പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. കാരണം അബ്ദ് എന്നുള്ളത് അള്ളാഹുലേക്ക് ചേർത്തിയാൽ അത് ഏറ്റവും ഇസ്സത്തുള്ള കാര്യമായി, ഏറ്റവും ഇസ്സത്തുള്ള പ്രതാപമുള്ള വാക്കായി മാറി. അപ്പൊ അവിടുന്ന് പറഞ്ഞു, അന മുഹമ്മദുൻ അബ്ദുല്ലാഹ് വറസൂലു, നിങ്ങൾ എന്നെ പുകഴ്ത്താൻ ഉദ്ദേശിക്കുന്ന ഇത് പറയും, അബ്ദുല്ലാഹ് വറസൂൽ, ഞാൻ അള്ളാഹുവിന്റെ അടിമൻ, റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലാണ്, സാധാരണ മനുഷ്യനല്ല, അള്ളാഹുവിന്റെ റസൂലാണ്. വഹി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവരാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്ക്, ഇത് അടിവരയിട്ട് ഷിർക്കും ഖുറാഫത്തുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കേണ്ട വാക്കാണ്. മാല മൗലൂദുകൾ പാടുന്ന ആളുകൾ കണ്ണു തുറന്ന് നോക്കേണ്ട ഒരു വാക്കാണ്. അവിടുന്ന് പറഞ്ഞു, മാ ഉഹിബ്ബു അൻ തർഫഉനി ഫൗഖ മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ആ സ്ഥാനത്തിനേക്കാളും എന്നെ ഉയർത്തുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു എനിക്ക് നൽകിയ സ്ഥാനം അബ്ദുല്ലാഹി റസൂൽ, അതിനേക്കാളും എന്നെ പുകഴ്ത്തി നിങ്ങൾ ഇത്ര വലിയ സ്ഥാനം നൽകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെ മാനിക്കേണ്ടതുണ്ട്. അവിടുന്ന് ഒരിക്കലും അവിടത്തേക്ക് അന്യായമായി പുകഴ്ത്തപ്പെടുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവിടത്തെക്കുറിച്ച് അന്യായമായ മദ്ഹ് വാക്കുകൾ പറയുന്നത്, അമിതമാക്കുന്നത് അവിടുന്ന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കിതാബ് തൗഹീദിൽ ഒരു അധ്യായം മാത്രമാണ് ബാക്കി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം, വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.